بسم الله الرحمن الرحيم. كذلك نقص عليك من أنباء ما قد سبق وقد آتيناك من لدنا ذكرا من أعرض عنه فإنه يحمل يوم القيامة وزرا خالدين فيه وساء لهم يوم القيامة حملا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1013 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് താഹയിലെ 99 മുതൽ 101 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كذلك نقص عليك من أنباء ما قد سبق وقد آتيناك من لدنا ذكرا من أعرض عنه فإنه يحمل يوم القيامة وزرا خالدين فيه وساء لهم يوم القيامة حملا. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 99 മുതൽ 101 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥാകഥനം ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളോടുകൂടി ഈ സൂറത്തിലെ ആ വിവരണം അവസാനിക്കുകയാണ്. ആ കഥാകഥനത്തിന്റെ ഒരു ഉപസംഹാരം എന്നുള്ള നിലക്ക് പരിഗണിക്കപ്പെടാവുന്ന ആയത്തുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 99 മുതൽ 101 വരെയുള്ള ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്നത് ആ വിവരണത്തിന്റെ ഒരു ഉപസംഹാരമാണ്, ഒരു കൺക്ലൂഷനാണ്. ആ വിവരണത്തിന്റെ പൂർത്തീകരണത്തോടു കൂടി വീണ്ടും സൂറത്തിന്റെ തുടക്കത്തിലുള്ള വിഷയത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ ഖുർആൻ മക്കയിലെ ആ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ സൂറത്തിലെ പ്രതിപാദ്യം. സൂറത്തിന്റെ തുടക്കത്തില് ത്വാഹ എന്ന 2 അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. പ്രവാചകരെ, താങ്കൾക്ക് വലിയ ഭാരമായി മാറുന്നതിന്, താങ്കൾക്ക് മനക്ലേശമായി മാറുന്നതിന്, താങ്കളെ വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുത്തുന്നതിന് ഒന്നും വേണ്ടിയല്ല നാം ഈ ഖുർആൻ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. മറിച്ച് ഹൃദയത്തില് ഒരു സൂക്ഷ്മതാബോധമുള്ള, ദൈവബോധമുള്ള ആളുകൾക്ക് ഒരു താക്കീത് നൽകുന്നതിന് വേണ്ടിയും അവർക്ക് ശ്രദ്ധയുള്ള, സൂക്ഷ്മതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവുമേറെ അവരർഹിക്കുന്ന സന്തോഷവാർത്ത അവർക്ക് പകരുന്നതിന് വേണ്ടിയുമാണ് ഈ ഖുർആൻ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നത് എന്നാണ് തുടക്കത്തിൽ സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. ആ ഒരു വിഷയത്തിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. ഇവിടെ ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള 3 ആയത്തുകളിൽ ഈ വിവരണം, മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തിയിരിക്കുന്ന വിവരണത്തിനെ പരാമർശിച്ചുകൊണ്ടാണ് ചില കൺക്ലൂഡിങ് റിമാർക്സ് ഇവിടെ നടത്തുന്നത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത്
മൂസ അലൈഹിസലാം സാമിരിയെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയ സംസാരവും ബനു ഇസ്രായേൽ സമൂഹത്തെ വലിയ ചതിയിൽ അകപ്പെടുത്തിക്കൊണ്ട് അവര് മാർഗഭ്രംശം സംഭവിക്കാൻ കാരണമാക്കിക്കൊണ്ട് സാമിരി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഫലമായിട്ട് ലാ മിസാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ ആളുകളിൽ നിന്നൊക്കെ അകന്നു മാറി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെട്ട വിധത്തില് ആളുകളോട് ഇടപഴകാനോ അടുത്തു വരാനോ പറ്റാത്ത വിധത്തിലുള്ള ഒരു മാറ്റി നിർത്തലിന് വിധേയമാക്കപ്പെടുന്ന ഒരാള്. നമുക്ക് ഈ അനുഭവം കഴിഞ്ഞ കോവിഡ് കാലത്ത് എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഗതിയാണ്. സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ. അതിന്റെ പരിമിതമായ തോതിൽ നമുക്കതിന്റെ ആ അനുഭവം എങ്ങനെയായിരിക്കും എന്നത് അറിയാൻ സാധിച്ചിട്ടുള്ളതാണ്. ജീവിതകാലം ഉടനീളം ഈ ബഹിഷ്കരണത്തിനും ഈ മാറ്റി നിർത്തലിനും വിധേയമാക്കപ്പെടുക, എന്നിട്ട് തൊട്ടുകൂടാൻ പറ്റാത്ത അടുത്തുകൂടാൻ പറ്റാത്ത ഒരാളായിട്ട് ജീവിക്കേണ്ടി വരിക എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. ആ ഒരു അനുഭവം അതാണ് സാമിരിക്ക് താൽക്കാലികമായുള്ള ശിക്ഷ. എന്നാൽ അയാൾക്ക് നിശ്ചയിച്ച അയാളുടെ ആക്ഷേപത്തിന് തീർച്ചയായിട്ടും അള്ളാഹു ഒരു സമയം നിർണയിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അത് ലംഘിക്കുവാനോ അതിനെ മറികടക്കുവാനോ ഒന്നും അയാൾക്ക് സാധ്യമല്ല എന്നാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അതുപോലെ ഇയാള് നിർമ്മിച്ചുണ്ടാക്കിയ അയാളുടെ ഇലാഹ് ആയിട്ട് അയാൾ പരിചയപ്പെടുത്തിയ പശുക്കുട്ടിയുടെ രൂപം, അതിനെ തീയിലെറിഞ്ഞ് കരിച്ചു കളയുമെന്നും അതിന്റെ അവശിഷ്ടങ്ങള് ജലാശയത്തിൽ ഒഴുക്കുമെന്നും അല്ലെങ്കിൽ അതിലേക്ക് കടലിലേക്ക് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളയും എന്നൊക്കെയാണ് മൂസ അലൈഹി ഇസ്ലാം സാമിരിയോട് പറയുകയുണ്ടായത്. മനഃശാസ്ത്രപരമായി ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ അവരുടെ ദുർബല തലങ്ങളില് ഇടം പിടിച്ചിരിക്കുന്ന പശുക്കുട്ടിയോടുള്ള ആ ആരാധനാഭാവം അത് തുടച്ചു നീക്കുന്നതിന് വേണ്ടി കൂടിയുള്ള ബുദ്ധിപരമായ തലത്തിൽ അവരെ ബോധ്യപ്പെടുത്തലാണ് ആ സ്വർണം കൊണ്ട് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള പശുക്കുട്ടിയുടെ ആ പ്രതിമയ്ക്ക് യാതൊരു ദിവ്യത്വവുമില്ല എന്നത് ഈ നടപടിയിലൂടെ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനസ്സുകളിൽ നിന്ന് അങ്ങനെയുള്ള തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ധാരണ തുടച്ചു നീക്കേണ്ടതുണ്ട് എന്ന നിലക്കായിരിക്കണം അത് നമ്മളത് കാണുകയുണ്ടായി. എന്നിട്ട് ഒരു കൃത്യമായ ഒരു നിർവചനം എന്ന നിലക്ക് അവിടെ പറഞ്ഞു വെച്ചത് ഇന്നമാ ഇലാഹുക്കുമുല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, നിശ്ചയമായിട്ടും നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങളുടെ ഇലാഹ് അത് അള്ളാഹു മാത്രമാകുന്നു. അള്ളാഹു അല്ലാത്തൊരു ഇലാഹും നിങ്ങൾക്കില്ല. എല്ലാറ്റിനെ കുറിച്ചും സൂക്ഷ്മമായി ആഴത്തില് അറിവുള്ളവനാകുന്നു നിങ്ങളുടെ ഇലാഹായ അള്ളാഹു. ഈ കാര്യമാണ് അവിടെ പറഞ്ഞു വെക്കേണ്ടായത്. എന്നിട്ട് അതിനെ തുടർന്ന് അള്ളാഹു ഇപ്പോ ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ള സംഭവ വിവരണങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ് ഈ 99-ാമത്തെ ആയത്തിൽ കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അഭിസംബോധന ചെയ്യുന്നത്. കദാലിക, ഈ വിധത്തില്, ഇപ്രകാരം, നഖുസ്സു അലൈക, പ്രവാചകരെ താങ്കൾക്ക് നാം കഥനം ചെയ്തു തരുന്നു, ഈ വിധത്തില് താങ്കൾക്ക് നാം കഥാകഥനം ചെയ്തു തന്നിരിക്കുകയാണ്. മിൻ അംബാഇ മാ ഖദ് സബഖ്, കഴിഞ്ഞുപോയ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വൃത്താന്തങ്ങൾ. പിന്നിട്ട കാലങ്ങളിൽ ലോകത്ത് മനുഷ്യ സമൂഹത്തിന്
അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ചില സംഭവങ്ങൾ താങ്കൾക്ക് ഈ വിധത്തിൽ നാം വിവരിച്ചു തരികയാണ്. ഈ കഥാകഥനം ഇവിടെ നടത്തുന്നത് തീർച്ചയായിട്ടും ചരിത്രത്തിലെ ഏത് സംഭവം ഖുർആൻ റീകൗണ്ട് ചെയ്ത് നമ്മളെ കേൾപ്പിക്കുന്നുണ്ടെങ്കിലും അതിന് പൊതുവായുള്ള ഒരു ലക്ഷ്യം ആ ചരിത്ര സംഭവത്തിൽ നിന്ന് ഈ അഭിസംബോധിതരായ സമൂഹം പാഠം ഉൾക്കൊള്ളണം എന്നതാണ്. ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ഈ സംഭവ വിവരണത്തിൽ നിന്ന് മക്കയിലെ പ്രബോധിത സമൂഹത്തിന് ചില പാഠങ്ങളൊക്കെ വായിച്ചെടുക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ഉണ്ട്. അതിനു വേണ്ടിയാണ് അള്ളാഹു ആ കഥ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അള്ളാഹു അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കദാലിക നഖുസ്സു അലൈക, ഈ വിധത്തിൽ നാം താങ്കൾക്ക് വിവരിച്ചു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ കഥനം ചെയ്ത് തന്നിരിക്കുന്നു. നഖുസ്സു എന്നത് ഖിസ്സ എന്ന വാക്കിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്രിയാരൂപമാണ്. നാം കഥനം ചെയ്ത് തന്നിരിക്കുന്നു എന്ന്, അല്ലെ കഥനം ചെയ്ത് തരുന്നു എന്നാണ് അതിന്റെ അർത്ഥസൂചന. ഈ കഥനം ചെയ്തു തന്നിരിക്കുന്നത് മിൻ അംബാഇ മാ ഖദ് സബഖ്, പിന്നിട്ട കാലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ചില സംഭവ വികാസങ്ങൾ ഈ വിധത്തില് പ്രവാചകരെ താങ്കൾക്ക് നാം വിവരിച്ചു തരികയാണ്. വഖദ് ആതൈനാക മിൻ ലദുന്ന ദിക്റ, മാത്രവുമല്ല താങ്കൾക്ക് നമ്മുടെ പക്കൽ നിന്നുള്ള ഏറ്റവും മഹത്തരമായ ഒരു ഉത്ബോധനവും നൽകപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. വഖദ് ആതൈനാക, തീർച്ചയായിട്ടും നാം താങ്കൾക്ക് ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. മിൻ ലദുന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള, നമ്മുടെ ഔദാര്യം എന്നുള്ള നിലക്കുള്ള, നമ്മുടെ പ്രത്യേകമായ ഒരു പരിഗണനയോട് കൂടിയുള്ള ദിക്റ, ഒരു ഉത്ബോധനം, ഒരു ഓർമ്മപ്പെടുത്തൽ. ഇതൊക്കെയും ഈ സംഭവ വിവരണങ്ങളൊക്കെയും തന്നെ ദിക്റാണ്. ചരിത്രത്തിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ വിവരിച്ച് കേൾപ്പിക്കുന്നതും ഈ തെദ്കിറത്ത് എന്ന നിലക്കാണ്, ഓർമ്മപ്പെടുത്തൽ, ഉത്ബോധനം എന്നൊക്കെയുള്ള നിലക്കാണ്. അതിന്റെ അടിസ്ഥാനപരമായ ഒരു ആശയം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അള്ളാഹു മുഴുവൻ മനുഷ്യാത്മാക്കളെയും സാക്ഷി നിർത്തിക്കൊണ്ട് അവരെ കൊണ്ടൊരു കാര്യം കേൾക്കാനും അതിനോട് പ്രതികരിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മനുഷ്യന്റെ ഉപബോധ മനസ്സിൽ അവന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ഒരു ബോധമുണ്ട്. ആ ഉപബോധ മനസ്സിലുള്ള ബോധം അത് തട്ടി ഉണർത്തുകയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാര് ചെയ്യുന്നതും വിശുദ്ധ ഖുർആൻ ചെയ്യുന്നതും പ്രപഞ്ച സാകല്യത്തിലായിട്ട് അള്ളാഹു വിന്യസിപ്പിച്ചു വെച്ചിട്ടുള്ള സകല ആയാത്തുകളും ചെയ്യുന്നത്. മനുഷ്യന് ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റുന്നു, ബോധ്യപ്പെടുന്നു എന്ന് പറയുന്നത് അള്ളാഹു മനുഷ്യ മനസ്സിൽ നേരത്തെ തന്നെ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള ആ ബോധ്യം, ആ തിരിച്ചറിവ്, ആ ഏറ്റുപറയൽ. അള്ളാഹുവിനെ ഉയർത്തിയൊരു ചോദ്യം, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ നാഥൻ എന്നതിന് ബലാ എന്ന് മുഴുവൻ മനുഷ്യരും അള്ളാഹുവിനോട് പ്രതിവചിച്ചതാണ്, ഉത്തരം നൽകിയതാണ്. ഇത് അവന്റെ ഉപബോധ മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന, മറന്നുപോയ അവസ്ഥയിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സംഭവമല്ല അവർ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. പക്ഷേ യുക്തിസഹമായ കാര്യങ്ങൾ, യുക്തിഭദ്രമായ, യുക്തിപൂർവകമായ കാര്യങ്ങൾ കേൾപ്പിക്കപ്പെടുമ്പോൾ അവരിൽ വളരെ ഉപകാരപ്രദമായ ചില ബോധ്യങ്ങൾ രൂപപ്പെട്ടു വരുന്നു എന്നതാണ് അത്തരം സംഭവങ്ങളെ അറിയാനും കേൾക്കാനും പറ്റുമ്പോൾ മനുഷ്യന് ഉണ്ടാകുന്ന അനുഭവം. ഈ ബോധ്യപ്പെടലിനു വേണ്ടിയാണ് അള്ളാഹു കിതാബ് അവതരിപ്പിച്ചതും അവന്റെ ആയാത്തുകള് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ നൽകിയിട്ടുള്ളതൊക്കെ തന്നെ.
ഇവിടെ കഥാകഥനം ചെയ്യപ്പെട്ടിട്ടുള്ള മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ ജീവിത കാണ്ഡം, അതും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഉള്ളത് തന്നെയാണ്. അപ്പൊ ഈ വിധത്തില് പിന്നിട്ട കാലത്തിന്റെ, കഴിഞ്ഞുപോയ കാലത്തിലെ ശ്രദ്ധേയമായ അംബാകൾ, ചില വൃത്താന്തങ്ങള് നാം താങ്കൾക്ക് വിവരിച്ചു തരികയാണ് എന്നാണ് അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. അതുകൂടാതെ വഖദ് ആതൈനാക മിൻ ലദുന്ന ദിക്റ, നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു ഉത്ബോധനം നിനക്ക് ഇതിനകം തന്നെ നൽകപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. ഖുർആൻ മനുഷ്യനുള്ള വലിയ ഉണർത്തലാണ്, വലിയ ദിക്റാണ്. വിസ്മൃതിയിൽ ആണ്ടുപോയിരിക്കുന്ന മനുഷ്യന്റെ ആദി സ്മൃതി, ആ ആദി സ്മൃതിയെ തട്ടി ഉണർത്തി അവനെ യുക്തിബോധമുള്ളവരാക്കി മാറ്റി ഏറ്റവും യുക്തിപൂർവകമായ നിലപാടുകളിലേക്കും തീരുമാനങ്ങളിലേക്കും വരാൻ മനുഷ്യന് പ്രേരണയാകുന്ന വിധത്തിലുള്ള യുക്തിഭദ്രമായ കാര്യങ്ങളാണ് ഖുർആനിലൂടെ അള്ളാഹു മനുഷ്യരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പകർന്നു നൽകിയിട്ടുള്ളത് ഈ ഉത്ബുദ്ധതയാണ്. അങ്ങനെ ഒരു തദ്കിറത്ത്, അങ്ങനെ ഒരു ദിക്ർ നേരത്തെ ഇതിനകം തന്നെ നാം താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ അംബാ ഉമാ സബഖ് എന്നതിന്റെ വിവരണമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി ബിസ്റ. അല്ലാഹു മനുഷ്യന്റെ മനസ്സാക്ഷി ചുമക്കാൻ പോകുന്ന അതിഭീകരമായ ഒരു ഭാരത്തിനെ കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. ഈ ഓർമ്മപ്പെടുത്തലിനെ പ്രയോജനപ്പെടുത്താത്ത ആളുകളുണ്ട്. ഈ തദ്കിറത്തിനെ പ്രയോജനപ്പെടുത്താത്ത, മനുഷ്യബുദ്ധിക്കും മനുഷ്യയുക്തിക്കും ഒക്കെ ഏറ്റവും ഏറെ സ്വീകാര്യമാവുന്ന ഈ ഓർമ്മപ്പെടുത്തലുകളെ പ്രയോജനപ്പെടുത്താത്ത തരം ആളുകൾ. മൻ അഅറള അൻഹു, ഈ തദ്കിറത്തിൽ നിന്ന്, ഈ ഓർമ്മപ്പെടുത്തലിൽ നിന്നും, അതുപോലെ ഈ ചരിത്ര സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള ഈ കഥാകഥനങ്ങളിൽ നിന്നും പ്രയോജനം നേടാത്ത, അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾ, ഇതെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പ്രയോജനപ്പെടുത്തേണ്ട വളരെ അനിവാര്യതയുള്ള കാര്യമാണ്. മൂസ അലൈഹിസ്സലാമും ഫിറഔനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകൾ, ചെങ്കടൽ കടന്നു പോയതിന് ശേഷം ബനു ഇസ്രായേൽ സമൂഹം കാണിച്ച ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ നിലപാടുകളും പെരുമാറ്റവും, സാമിരി അവരുടെ മനോവൈകൃതങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ അകപ്പെടുത്തിയിരുന്ന ഏറ്റവും ദുരന്തപൂർണമായ അവരുടെ ആ വഴികേട് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ പാഠങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആസാറുകള് അവശേഷിക്കുന്ന ഒരു ഭൂപ്രദേശത്താണ് ഈ ഖുറൈശി സമൂഹവും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളും ഗോത്രങ്ങളും ഒക്കെ തന്നെ അധിവസിച്ചു പോന്നിരുന്നത്. ആ ഒരു സമൂഹത്തിലേക്കാണ് അള്ളാഹുവിന്റെ ദൂതനായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യ നിർവഹണ ലക്ഷ്യത്തോടു കൂടി കടന്നു വരുന്നത്. എന്നാൽ അവര് ബനു ഇസ്രായേൽ സമൂഹത്തെ പോലെ തന്നെ അവരകപ്പെട്ടിരുന്ന ആ മാർഗച്യുതിയെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ബോധവുമില്ലാതെ പ്രജ്ഞയറ്റ ആളുകളെ പോലെ ആണ് കഴിഞ്ഞു പോന്നിരുന്നത്. ആ ഒരു സന്ദർഭത്തില് ഇത്തരം ചരിത്ര വിവരണങ്ങൾ അവരെ കേൾപ്പിക്കുന്നതിന് അതിന്റെ മുഖ്യമായ താല്പര്യം വളരെ വ്യക്തമാണ്. അവരെ ഒന്ന് തട്ടി ഉണർത്തുക, അവരെ യുക്തിബോധമുള്ളവരാക്കുക, അവരെ യാഥാർത്ഥ്യം അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുക, യാഥാർത്ഥ്യം യുക്തിഭദ്രമായ ബുദ്ധിപൂർവകമായ വിധത്തിൽ ഉൾക്കൊള്ളാൻ സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞാൽ അതിനോട് സത്യസന്ധമായിട്ട് പ്രതികരിക്കുക, ഇതൊക്കെയാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. എന്നാൽ മനുഷ്യരിലെ ഏറെ പേരും അത് പ്രയോജനപ്പെടുത്തുന്നവരായിക്കൊള്ളണമെന്നില്ല. മൻ അഅറള അൻഹു, അതിനോട് പുറംതിരിഞ്ഞു കളയുന്ന, അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കാതെ തിരിഞ്ഞു കളയുന്ന തരം ആളുകളുണ്ട്. അങ്ങനെയുള്ളവര് ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി ബിസ്റ, അയാള് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ
വലിയൊരു ഭാരം പേറുന്നവനായിരിക്കും. അള്ളാഹു അതാണ് സൂചിപ്പിക്കുന്നത്. ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ. വലിയൊരു ഭാണ്ഡം, ഒരു ഭാരിച്ച ഭാണ്ഡം പേറിക്കൊണ്ടാണ് അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവന് രംഗത്ത് വരിക. ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ അവൻ വലിയൊരു ഭാരം, ഒരു വിസ്ർ ചുമന്നുകൊണ്ടാണ് അവന് പ്രത്യക്ഷപ്പെടുക. ആ വിസ്ർ കൃത്യമായിട്ടും നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. പാപഭാരം എന്നാണ് സാധാരണ അതിന് പറയാറുള്ളത്. തീർച്ചയായിട്ടും പാപഭാരം അതിന്റെ ഭാഗമാണ്. എന്നാൽ അതിലടങ്ങിയിരിക്കുന്നത് വലിയൊരു കുറ്റബോധമാണ് ഒന്നാമതായിട്ടുള്ളത്. അതെന്തെന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ആദി സ്മൃതിയിൽ തന്നെ മനുഷ്യ മനസ്സിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ആ അടിസ്ഥാന കാര്യം, ദൈവസ്മൃതി, അത് ആ ദൈവസ്മൃതിയെ പൂമ്പടഞ്ഞതായി മാറുവാനും അതിനെ ഫലപ്രദമല്ലാതാക്കി കളയുവാനും ഒക്കെയുള്ള ഒരു ശ്രമമാണ് അതിനെ വേണ്ട വിധത്തിൽ പരിഗണന കൊടുക്കാതെ അതിനെ സമീപിക്കുന്ന ആളുകൾ ചെയ്യുക എന്നതാണ് അവരുടെ മനസ്സിൽ വലിയ ഭാരമായിട്ട് മാറുന്നതിന് കാരണമാകുന്ന കാര്യം. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട അല്ലെങ്കിൽ ചേർന്ന് വരുന്ന കാര്യങ്ങളാണ് അവന്റെ പാപങ്ങളുടെ ഭാരവും, അതുപോലെ തന്നെ അവന് വഴിവിട്ട് സഞ്ചരിച്ചത് കാരണമായി അവൻ ചെന്ന് പെട്ടിട്ടുള്ള, അവൻ അകപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ. ഇതിന്റെയൊക്കെ ഭാരം പേറിക്കൊണ്ടാണ് ഈ ഓർമ്മപ്പെടുത്തൽ പ്രയോജനപ്പെടുത്താതെ, സത്യമാർഗം ഉൾക്കൊള്ളാൻ വേണ്ട ശ്രമം നടത്താതെ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഉത്ബോധനത്തിനോട് പുറംതിരിഞ്ഞു പോയിക്കളഞ്ഞ ആളുകള് അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളില് രംഗത്ത് വരിക, പ്രത്യക്ഷപ്പെടുക. അപ്പൊ മൻ അറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ. ഈ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അവര് കേൾപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്ബോധനം, അതിന് വേണ്ട പരിഗണനയോ ശ്രദ്ധയോ കൊടുക്കാതെ അതിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്ന ആളുകൾ, ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ. അന്ത്യനാളിൽ തീർച്ചയായിട്ടും ഒരു ഭാരം പേറുന്നവരായിക്കൊണ്ടാണ് അവര് പ്രത്യക്ഷപ്പെടുക. ഖാലിദീന ഫീഹി. ആ ഭാരം പേറുന്ന അവസ്ഥയിൽ അവര് നിത്യമായി കഴിയേണ്ടി വരുന്നു എന്നതാണ് അവര് തുടർന്ന് അനുഭവിക്കുന്ന, തിരിച്ചറിയുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം. ഖാലിദീന ഫീഹി. ഖാലിദീന ഫീഹി എന്ന് പറയുന്ന അവരുടെ ഈ അവസ്ഥയാണ്. അവരതില് നിത്യമായി കഴിയേണ്ടി വരുന്നു എന്നതാണ്. അതിൽ നിന്ന് അവർക്കൊരു മോചനവുമില്ല, ഒരു മുക്തിയില്ല. കാരണം അവർക്ക് അള്ളാഹു നൽകിയ അവസരം പൂർണ്ണമായിട്ട് പാഴാക്കി കളഞ്ഞ, നഷ്ടപ്പെടുത്തിയ ആളുകളാണ് അവർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ മനുഷ്യരെ ഒക്കെയും അണിനിരത്തിക്കൊണ്ട് അള്ളാഹു അവരുടെ സ്മൃതി പഥത്തില് ഒരു കാര്യം ഉറപ്പിച്ച് നിർത്തുന്ന വിധത്തില് അവരോട് ഒരു ചോദ്യം ഉന്നയിക്കുകയും അവരൊരു മറുപടി നൽകുകയും ചെയ്തതാണ്. ആ ഒരു സംഗതിയെ ഉണർത്തിക്കൊണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടുമാണ് പ്രവാചകന്മാർ വരുന്നതും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന വിധത്തിൽ പല കാര്യങ്ങളും മനുഷ്യരെ അള്ളാഹു കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊന്നും പ്രയോജനപ്പെടുത്താതെ മനുഷ്യന്റെ യുക്തിബോധത്തിനും അതുപോലെ ബുദ്ധിപരമായ അന്വേഷണത്തിനുമൊക്കെ തൃപ്തികരമായ പല സംഗതികളും കണ്ടെത്താൻ പറ്റുമ്പോഴും വേണ്ട പരിഗണന അതിന് നൽകാതെ തിരിഞ്ഞു പോയി കളയുന്ന തരം ആളുകൾ, അത്തരം ആളുകള് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ വലിയൊരു ഭാരം പേറിക്കൊണ്ടാണ് വരിക. അതില് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിധത്തിലുള്ള അവരുടെ ഈ അവസരം പാഴാക്കി കളഞ്ഞതിലുള്ള കുറ്റബോധമുണ്ട്. ആ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലലാലത്തിലൂടെ നീങ്ങി അവര് ചെയ്തു കൂട്ടിയിട്ടുള്ള സകല
കുറ്റകൃത്യങ്ങളുടെയും പാപഭാരവും അതിനോടൊപ്പം അവര് ചുമക്കേണ്ടി വരുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഈ കുറ്റകൃത്യങ്ങളുടെ ആളുകളായി ജീവിച്ചതിന്റെ ആ മാനസികാവസ്ഥ, അതിന്റെ പാപഭാരം ഏറ്റുവാങ്ങിക്കൊണ്ട് നീങ്ങേണ്ടി വരുന്ന അവസ്ഥയിൽ അവര് നിത്യതയ അനുഭവിക്കുകയാണ്. അവർക്ക് അതിൽ നിന്നൊരു മോചനമില്ല, ഒരു മുക്തിയില്ല എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. വസാഅലഹും യൗമൽ ഖിയാമത്തി ഹിംല. ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ നാളില് അവര് വഹിക്കേണ്ടി വരുന്ന ആ ഭാരം എത്ര ദുഷ്കരമായതാണ് എന്നാണ് അള്ളാഹു ഒരു ആശ്ചര്യ രൂപത്തില് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. വസാഅലഹും യൗമൽ ഖിയാമത്തി ഹിംല. അവരുടെ ഹിംല്, അവർ ചുമക്കുന്ന ആ ഭാരം അത് എത്ര ദുഷിച്ചതാണ്, എത്ര അസ്വസ്ഥജനകമാണ്, എത്ര പ്രയാസകരമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. വസാഅലഹും യൗമൽ ഖിയാമത്തി ഹിംല. ഈ മൂന്നായത്തുകളോടെ ഈ കഥാകഥനത്തിന്റെ പാഠം ഉൾക്കൊള്ളാൻ ഓരോരുത്തരെയും സഹായിക്കുന്ന വിധത്തില്, അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിക്കുന്ന വിധത്തില് ആ കഥാകഥനം ഇവിടെ ഉപസംഹരിക്കപ്പെടുകയാണ്. പിന്നെ തുടർന്ന് സൂറത്തിന്റെ അവസാനം വരെയുള്ള ആയത്തുകള് വളരെ പ്രാധാന്യമുള്ള കനപ്പെട്ട ചില ഉത്ബോധനപരമായ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള വിവരണമാണ് നമുക്ക് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് വരും സെഷനുകളിൽ മിക്കവാറും ഇത്തരം സൂറത്തുകളുടെ അവസാനത്തില് കൺക്ലൂസീവായിട്ട് വരുന്ന ആയത്തുകൾ വളരെ കനപ്പെട്ട ആശയങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഈ സൂറത്ത് തോഹയുടെ ഈ അവസാന ഭാഗം ഇനി തുടർന്ന് വരുന്ന 30 ആയത്തുകൾ, 135 ആയത്തുകളാണല്ലോ ഈ സൂറത്തിൽ ആകെയുള്ളത്. അപ്പോൾ ശേഷിക്കുന്ന ആയത്തുകൾക്ക് കഥാകഥനത്തിന്റെ ഒരു സ്വഭാവമോ പ്രത്യേകതയോ അല്ല ഉള്ളത്. അത് വളരെ ഉത്ബോധനപ്രധാനമായ, വളരെ കനപ്പെട്ട ആശയങ്ങൾ പങ്കുവെക്കുന്ന സ്വഭാവത്തിലാണ് തുടർന്നുള്ള ആയത്തുകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ആയത്തുകൾ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പഠന വിധേയമാക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.